ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കി ബി.ജെ.പിക്കെതിരെ മത്സരിക്കുന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് എൻ.ഡി.എയും ഇന്ത്യ ബ്ലോക്കും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടലാണ് ഇത്. ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനെ 3 വാർഡുകളുള്ള ബാരിക്കേഡോടെ 800ഓളം പോലീസുകാരെയും അർദ്ധസൈനികരുടെ അധിക സേനയെയും ഉൾപ്പെടുത്തി വിപുലമായ പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ആദ്യം ജനുവരി 18-ന് നിശ്ചയിച്ചിരുന്ന മേയർ തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസികിന്റെ അസുഖത്തെ തുടർന്ന് ചണ്ഡീഗഡ് ഭരണകൂടം ഫെബ്രുവരി 6-ലേക്ക് മാറ്റിവെച്ചു. നിലവിലുള്ള ക്രമസമാധാന നിലയും മാറ്റിവെക്കാനുള്ള തീരുമാനത്തിന് കാരണമായി. എന്നാൽ ഈ നീക്കം കോൺഗ്രസ് എ.എ.പി കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രിസൈഡിംഗ് അതോറിറ്റിയായി മസികിനെ വീണ്ടും നിയമിച്ചു. 35-അംഗ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൌസിൽ എ.എ.പി കോൺഗ്രസ് സഖ്യത്തിന് ആകെ 20 വോട്ടുകൾ കൈവശമുണ്ട്. ഇത് ബി.ജെ.പിയുടെ 15 വോട്ടുകൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. അതിൽ 14 കൗൺസിലർമാരും എം.പി കിരൺ ഖേറിന്റെ അധിക വോട്ടും ഉൾപ്പെടുന്നു. വിജയത്തിന്റെ മാന്ത്രിക സംഖ്യ 19 ആണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജനുവരി 24-ലെ ഉത്തരവിൽ യുക്തിരഹിതവും ന്യായരഹിതവും ഏകപക്ഷീയവുമാണെന്ന് വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് റദ്ദാക്കിക്കൊണ്ട് മേയർ തെരഞ്ഞെടുപ്പ് നടത്താൻ ചണ്ഡീഗഡ് ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത കോടതി ഊന്നിപ്പറഞ്ഞു. കൗൺസിലർമാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അനുയായികളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ അനുഗമിക്കുന്നത് നിരോധിച്ചു. എ.എ.പിയെ പ്രതിനിധീകരിച്ച് കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മുതിർന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ 8 വർഷത്തെ ഭരണം തകർക്കാനാണ് എ.എ.പി കോൺഗ്രസ് സഖ്യം ശ്രമിക്കുന്നത്. രാവിലെ 10 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. 2022-ലും 2023-ലും കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ വിജയത്തിന് കാരണമായത്. രഹസ്യ ബാലറ്റിലൂടെയാണ് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മേയർ സീറ്റ് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ആദ്യ പരീക്ഷണമാണ് ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ്. ബി.ജെ.പിക്ക് 15-ഉം കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് 20 സീറ്റും നിലവിലുള്ളതിനാൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.